ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെറുപയർ കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ചെറുപയർ കറിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറുപയർ തന്നെയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകണം. നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ പയർ വേകാനും ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നവരെ മാത്രം നമ്മളിത് വേവിച്ചെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് നമ്മുടെ പയറെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും വെന്ത് കിട്ടാൻ വേണ്ടി പാടുള്ളൂ, നന്നായിട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. 2 വിസിൽ വന്നതിന് ശേഷം ആ വിസിലിൽ അതിനുള്ള കംപ്ലീറ്റ് ആവിയും പോകുന്നത് വരെ വെച്ചിരിക്കണം. അതിന് ശേഷം വേണം തുറന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരല്പം മാത്രം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറുവാപ്പട്ട, അതുപോലെ തന്നെ ഒരു 4-5 കുരുമുളക്, മുഴുവൻ കുരുമുളക്, ഒരു 2 ഗ്രാമ്പു. ഇത് ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാളയാണ്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ പകുതി തന്നെ മതിയാവും. ആ സവാളയും ചേർക്കുകയാണ്. സവാളയുടെ കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കൂടിയാണ്. ഒരു 2-3 പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. അത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഒരു 1/2 കപ്പ് അളവിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സിയിൽ ഇതുപോലെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റണം. നമ്മുടെ തക്കാളിയുടെയും ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ, കുഞ്ഞ് ടീസ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. ആ മല്ലിപ്പൊടിയും ചേർക്കുകയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. നമ്മളിതിലേക്ക് ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവർ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പയർ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. പയറും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. അതല്ല നല്ല കട്ടിയായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പയർ വേവിക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നല്ലതുപോലെ തിളച്ചിട്ട് വരണം. അത്രയും സമയം കൊണ്ട് ഈ ഉപ്പും ഈ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ പയറിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. നമ്മുടെ ഈ കറിയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരികയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ല ആയിട്ടുള്ള കുറുകൂറാന്നുള്ള ചെറുപയർ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി റെഡിയാവുന്നത് ഇതിന് മുകളിലേക്ക് താളിച്ച് കൂടി ചേർക്കുമ്പോഴാണ്. ആ താളിപ്പ് നമ്മൾ മിസ് ചെയ്യാതെ തന്നെ ചേർത്തേക്കണം. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർക്കുമ്പോഴാണ് എൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്.
ആ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ് ചെറിയ ഉള്ളി. അത് വന്നിട്ട് ഒരു 10-12 ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ കറിയുടെ ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നതേ ഈ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചേർത്തിട്ട് നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു മണമെല്ലാം വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2-3 വറ്റൽമുളകാണ്. വറ്റൽമുളകും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി, നമ്മുടെ സാമ്പാർ കായ ഉണ്ടല്ലോ ആ കായം തന്നെയാണ്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെറുപയർ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചൂട് പുട്ടിൻ്റെ കൂടെയും അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.